എന്തിനാടോ പരമേശ്വര ഇങ്ങനെ വിഷമിക്കുന്നത്? തനിക്കറിയോ, എൻ്റെ പപ്പ നാളെ ഈ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് പുറത്തു പോവുകയാണ്. ഞാനും വേണം അവൾക്കൊന്ന് കണ്ണെഴുതി കൊടുക്കാൻ. മറ്റാരെങ്കിലും അവളെ കണ്ണിത്തൊട്ട അവൾ കരയും. എൻ്റെ പപ്പയുടെ കല്യാണം ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു ഏട്ടനായ ഞാൻ എൻ്റെ പപ്പയുടെ കല്യാണം നടത്തും. അല്ല, ഞാൻ അത് മനസ്സിലായില്ല. നീ കള്ളാണോ കഞ്ചാവാണോ? അത് പപ്പയുടെ കല്യാണം അച്ഛൻ നടത്തി. അച്ഛൻ്റെ എൻ്റെ പപ്പയുടെ കല്യാണം അച്ഛനില്ലാത്ത ഞാൻ ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ പപ്പയുടെ കല്യാണം നടത്തി കൊടുക്കും. ഇത് കഞ്ചാവ് തന്നെയാണ്. പിന്നെ പപ്പയുടെ കല്യാണം അച്ഛൻ നടത്തി കൊടുക്കണം. അച്ഛനല്ലേ പപ്പ? പപ്പയുടെ എൻ്റെ പപ്പയെന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളാണ്. അപ്പ കഞ്ചാവ്, മുതു കഞ്ചാവ്. പെങ്ങളെ പപ്പയായിട്ടാ ഉണ്ടാക്കണേ. ഹലോ ഹലോ, അതല്ല. ഞാൻ പരമേശ്വരൻ, ഞാൻ മോഹൻലാലാണ്. മനസ്സിലായോ? അപ്പൊ എൻ്റെ അനിയത്തിയുടെ പേരാണ് പപ്പ. ആ പപ്പയുടെ കല്യാണം ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ കല്യാണം നടത്തി കൊടുക്കും. ഇതൊക്കെ വലിയ കാര്യങ്ങളല്ലേ നടത്തിക്കൊടേണ്ട പരമേശ്വര. എനിക്കറിയോ, അവളുടെ ഒരു കണ്ണെഴുതണമെങ്കിൽ ഈ ഏട്ടൻ വേണം. മറ്റൊരാളുടെ കണ്ണി തൊട്ട് അവള് കരയും. ഞാൻ എന്ത് ചെയ്യും? നാളെ കല്യാണം കഴിഞ്ഞ് പോയാൽ ഞാൻ എന്ത് ചെയ്യോടോ? എന്ത് ചെയ്യാൻ? അവിടെ ഉണ്ടാവുമല്ലോ പപ്പ. അതെ, പപ്പയ്ക്ക് എന്റെ പപ്പ മ്യൂസിക് ഡയറക്ടർ ഒരു പ്രാവശ്യം അവാർഡുള്ള അടുത്ത പാട്ടറാ. എന്റെ കണ്ണിന്റെ ചേട്ടൻ എഴുതിയാ മതി. എന്റെ കണ്ണ് പപ്പ, എന്റെ ചേട്ടൻ എഴുതിയാ മതി. എന്റെ ചേട്ടൻ എഴുതിയാ മതി. ഇത് പപ്പയല്ല, മമ്മിയാ. പപ്പ നാളെ കല്യാണം കഴിഞ്ഞ് പോയാ അവിടെ എന്റെ പപ്പയുടെ കണ്ണിൽ ആരെഴുതരും പപ്പ? എന്റെ കണ്ണ് ഞാൻ കണ്ണി തൊട്ടില്ലല്ലോ പപ്പ, പിന്നെ എന്തിനാ കരയണത്? കണ്ണി തൊട്ടില്ല. നിന്റെ മരം പോലത്തെ കാലെന്റെ കാലിൽ നിന്ന് എടുത്ത് മാറ്റി. എന്താ പപ്പ അവിടെ ചെന്നാ എന്റെ പപ്പ ഇപ്പൊ എന്റെ പപ്പയെ കാണാൻ ഒരു ദേവതയെ പോലുണ്ട്. ചേട്ടാ അതെ, ആരെ ദേവത. ആണോ? നോക്കതേ, ആണ്ടി ദേവതയാണ്, വനദേവത. ദിവ്യ ഉണ്ണി തോറ്റു. അതല്ലേ? അതിന്റെ സെക്കൻഡ് പാർട്ടിന് എന്നെ വിളിക്കുള്ളൂ. അതല്ലേ? സൂപ്പർ, നന്നായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് കണ്ണെഴുതിയാണോ അതോ ആറന്മുള ചുണ്ടമ്പള്ള എടുത്തിട്ട് വെച്ചേക്കുന്നത്? ഞാൻ ഈ പടിയിറങ്ങി പോയിരുന്നാലും എന്റെ ചേട്ടൻ ജീവിക്കും. അതെങ്ങനെ? ബ്യൂട്ടി പാർലർ നടത്തിയെങ്കിലും ജീവിക്കും. അത്ര ഫിനിഷിംഗിലാണ് വരച്ചു വെച്ചേക്കുന്നത്. നന്നായിട്ടുണ്ട്. എന്റെ കൈ കൊണ്ട് എഴുതിയതാണ്. ആണാ? ഈ കൈ കൊണ്ട് തന്നെ സ്കിറ്റ് എഴുതിയത്. ഓ, നന്നായിട്ടുണ്ട്. കാൽപ്പായപ്പോഴും ഇങ്ങനെ എന്റെ പുള്ളി ഞാൻ ഇങ്ങനെ ആലോചിക്കണം ഈ സ്കിറ്റ് എങ്ങനെ പോകുന്നത്. പപ്പ, പപ്പയ്ക്കറിയോ? പപ്പയ്ക്കറിയോ? പപ്പയ്ക്ക് അറിയാവുന്ന മനസ്സിലായില്ല? പപ്പയ്ക്കറിയോ? ഒരു കാലത്ത് അതൊക്കെ അല്ലേ ഉള്ളു പപ്പയ്ക്ക. നമ്മളവിടെ വീട്ടിന് തൊട്ട് ബാക്കിൽ ഇപ്പുണ്ട്. അത് അത് വിളഞ്ഞ പപ്പയ്ക്ക് അമ്മ പറിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ, എരിശ്ശേരി വെക്കും. അത് ഉഴുന്നൊക്കെ വറുത്തിട്ട് എരിശ്ശേരി വെച്ച് ഞാൻ 2 പ്ലേറ്റ് ചോറ്. നീ എനിക്ക് മീൻ കറിയാണല്ലോ ചോറ്. അതെ, അത് എരിശ്ശേരി വെക്കണം. തന്നെ? അത് മാത്രമല്ല തോരൻ വെച്ച് മഞ്ഞ കൂടെ ഇട്ട് ഇളക്കി തോരൻ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ സൂപ്പർ, അടിപൊളിയാ. പപ്പയ്ക്ക് എല്ലാണല്ലോ. ഓ, അടിപൊളി, സൂപ്പർ അല്ലേ? അത് പച്ചക്ക് കറയോട് തിന്നെ നല്ലതാണ്. നിന്റെ കൃമി അടിക്ക് നല്ലതാണ്. പപ്പയ്ക്ക് ഇവിടെ പപ്പയ്ക്ക് കേസ് പറയേണ്ട കാര്യം നീ അല്ലേ ഇപ്പൊ പപ്പയ്ക്കട കേസ് പറഞ്ഞത്? പപ്പയ്ക്കട കേസ് നീ അല്ലേ പറഞ്ഞത്? പപ്പയ്ക്ക് അറിയാമോന്നടാ? നീ പപ്പയാണതില്. ഞാനാ പ്രാന്തായി സ്കിറ്റ് നീയാണ് പപ്പ. ഞാൻ പപ്പേ? ഓ, അപ്പൊ നീ ആര്? അപ്പൂസ? പപ്പയുടെ സ്വന്തം അപ്പൂസ? മക്കളാടാ പാടാ മക്കളെ, എന്നെ കൂടെ എടുത്തിട്ട് പാടാ മക്കളെ. എടാ പ്രാന്താടാ. പിന്നെ എടാ നീ പപ്പയാണെന്ന്. ക്രിസ്മസ് പപ്പേ? അപ്പൊ വെള്ളത്താടിയൊന്നുമില്ല, ഈ ഡ്രസ്സല്ലേ ഈ പാവാട ഞാൻ എങ്ങനെ ക്രിസ്മസ് പപ്പ? പപ്പയല്ല, നീ പരമേശ്വരന്റെ അനിയത്തി പപ്പ. എല്ലായിടത്തും വെച്ച് അടിച്ചു തരും. നീ പുരാണം മാറ്റണടാ. പരമേശ്വരൻ അനിയത്തി പപ്പേ? പരമേശ്വരൻ ഞാൻ മോഹൻലാലാണ്. നീയാ? ഓ, മോഹൻലാലിരിക്കുന്നു. മോഹൻലാല് കണ്ടോ? മോഹൻലാല്. ഞാൻ പപ്പ, ഞാൻ കറക്റ്റ് ഫിഗർ ആണ്. ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ പപ്പ എന്ന് പറഞ്ഞാൽ നീ ദിവ്യ ഉണ്ണിയായിട്ടാണ് നിൽക്കുന്നത്. ഞാനാ? ഓ പപ്പ, നിനക്ക് എന്ത് വേണം? നിനക്ക് എന്ത് വേണമെങ്കിലും ഈ ഏട്ടൻ തരും. ആദ്യം ഒരു കാര്യം ചെയ്യാൻ പറയൂ. ഈ ഇടയ്ക്കിരുന്ന ആ മ്യൂസിക്കിൽ എടാ ഒന്ന് താക്കള. അത് ഡയറക്ടർക്ക് ഒരു കൊല്ലത്തിൽ ഒറ്റ അവാർഡേ ഉള്ളൂ. പപ്പ, നിനക്ക് എന്ത് വേണമെങ്കിലും
ഈ ഏട്ടൻ തരും. ഇപ്പൊ തൽക്കാലം വേറൊന്നും വേണ്ട. ആ. ഇവിടെ നിന്ന് 2 അടി അങ്ങോട്ട് മാറാൻ ഒരു 2 കൗണ്ടർ കിട്ടുമോ? നിലവാരം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാലും എനിക്ക് അടിച്ച് കയറാൻ പറ്റും. 2 കൗണ്ടോട്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമിൽ ഞാൻ അടിച്ചത്. അതെ. ഇത് നിന്നെ ബാധ്യത സർട്ടിഫിക്കറ്റ് വിളിച്ചെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇല്ലേ എനിക്കുള്ളതല്ല എന്റെ പപ്പയ്ക്കുള്ളതാണ്. ഇവിടെ കിഴങ്ങ് മുഴുങ്ങി വെച്ചേക്കില്ല. ഇവിടെ ഈ 5-6 വെള്ള ഉടുപ്പും അത് 5-6 വെള്ള മുണ്ടും കുറെ കത്തിച്ച് വലിച്ചാൽ ബീഡി കുറ്റി അല്ലാതെ ഒരു സാധനമില്ല. നിങ്ങൾ കേൾക്കണം, എന്നെ കെട്ടിക്കാൻ ഞാൻ തൊഴിലുറപ്പിന് കൊണ്ടുപോയി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ പൈസ ഇവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അത് മാത്രം എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ വീട്ടുകാർ വരുന്നത് എന്നിട്ട് ഡയലോഗ് അടിക്കുന്നത്. അല്ല ഞാൻ ചോദിക്കാം, അത് പിടിച്ചേ ഞാൻ ചോദിക്കട്ടെ, ഇതുപോലൊരു ചേട്ടൻ കൊച്ചിനില്ലായിരുന്ന? ഞാൻ ആ കല്യാണത്തിന് വന്നിരുന്നത് എനിക്കറിയാം. ആ ദിവസം നിങ്ങളെ ജയിലിലൊക്കെ പിടിച്ചോണ്ട് പോയി അത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ അവിടുന്ന് പൊറോട്ട ഇറങ്ങി നിന്ന് 100 തന്നിട്ടാണ് പോയത്. ആ ചേട്ടനെ അനുകരിക്കുന്നതാണ് ഈ നിൽക്കുന്ന ചേട്ടായി, ഈ നിലവാരമില്ലാത്ത ചേട്ടായി. പപ്പ ഇത് ഇന്ന് മുതൽ ഒരു സത്യം അറിയാൻ പോവുകയാണ്. ഏത് സത്യം അറിയാൻ പോകുന്ന? സത്യം അറിയാൻ പറഞ്ഞു. ഞാൻ എക്സ്ട്രാ അഡീഷണൽ കൗണ്ടർ കയറ്റിയതാ, കൈ നിട്ടതാണ്. ആദ്യം ഉള്ളത് മണ അഡീഷണൽ പറ.